നോക്കൂ ഗൈസ്, 1.5 വർഷമായിട്ട് ഓല പുതിയ വണ്ടി വാങ്ങി ഓടിക്കുന്ന ഒരാളുടെ എക്സ്പീരിയൻസാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ ഇലക്ട്രിക്കൽ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്ലസ്സും മൈനസും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്ന് ഈ വ്യക്തിയോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് താങ്കളുടെ പേര്? എൻ്റെ പേര് വിനീത്. അപ്പോൾ ഈ ഓല വണ്ടി വാങ്ങിയിട്ട് ഇപ്പോൾ എത്രയായി ഉപയോഗിക്കുന്നു? 1.5 വർഷം. 1.5 വർഷം കൊണ്ട് ഇപ്പോൾ എന്താണ് എക്സ്പീരിയൻസ്? സംഭവം പ്രോഫിറ്റബിൾ ആണോ? സാധാ വണ്ടീനെ അപേക്ഷിച്ചിട്ട് പ്രോഫിറ്റബിൾ ആണോ? എങ്ങനെയാണ് അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രോഫിറ്റബിൾ ആണ്. പക്ഷേ ഈ ഓല എന്ന് പറയുന്നത് സർവീസ് മോശമായിരുന്നു. ഇപ്പം മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ഇത് വഴിക്ക് കിടന്നിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതില് കുറെ വട്ടം അങ്ങനെ കിടന്നിട്ടുണ്ട്. ഓലയുടെ വഴിക്ക് കിടന്നപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സംഭവം വണ്ടി ഓലയുടെ ഇത് എടുക്കണം, ടിക്കറ്റ് എടുക്കണം. എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ആക്സസിബിൾ ആവുക. പിന്നെ അതിൽ ഫീച്ചേഴ്സൊക്കെ ഇപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? പിന്നെ എന്തൊക്കെ ക്രൂയിസ് കൺട്രോൾ ഉണ്ടോ? ഡിസ്പ്ലേ ഉണ്ട്. മോട്ടറാണ് വരുന്നത്. പിന്നെ ഇഷ്ടംമാതിരി സ്ഥലം ഉണ്ടാവില്ല. ഇതിപ്പോൾ ഓലയുടെ ഏത് മോഡലാണ് ഇപ്പോൾ? ഇത് S1 എത്ര രൂപ വരെ വരുന്ന മോഡലാണ് ഇപ്പോൾ? 1.37 അല്ലേ? റേഞ്ച് എത്ര കിട്ടുന്നുണ്ട് ഏകദേശം? 80-90 റേഞ്ച്. അതെ അല്ലേ? അപ്പോൾ ഏകദേശം ഇവർ ഈ പറയുന്ന മാതിരി 80-90 കറക്റ്റ് കിട്ടുന്നുണ്ടോ? ഓടിച്ച് നോക്കിയാൽ ഇക്കോ മോഡൽ പോകുമ്പോഴാണ് 90 കിട്ടുള്ളൂ. അല്ലാതെ വേറെ മോഡലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ റേഞ്ച് കുറയും. അതെ. അപ്പോൾ നമുക്ക് ചാർജ്, ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇപ്പോൾ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ കറണ്ട് ബില്ല് കണ്ടമാനം വരുമോ എന്നുള്ള കാര്യത്തിലേ. ഇത് 3 കിലോവാട്ടാണ്, 3 യൂണിറ്റാണ് ഇത് എടുക്കണത്. അല്ല, എത്ര ഏകദേശം കറണ്ട് ബില്ല് വരുന്നുണ്ട്? കറണ്ട് ബില്ല് ഒരു 300-600 ആണ് ഇതിന് വരുന്നത്. 300-600 രൂപ 2 മാസം കൂടുമ്പോൾ ബില്ല് വരും. അപ്പോൾ ഭയങ്കര ലാഭകരമാണ് അല്ലേ? റഫ്യൂസിന് അപ്പോൾ എന്താ വെച്ചാൽ ഒരു 1.5 കൊല്ലത്തെ സോളാറൊക്കെ ഉണ്ടെങ്കിൽ അത് ലാഭകരമാവും. അല്ല, അപ്പോൾ ഒരു 1.5 കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോഴേ ഇപ്പോൾ ഇതുകൊണ്ട് ഇത് വാങ്ങിയത് ഒരു അബദ്ധമായി എന്ന് തോന്നുന്നുണ്ടോ? സർവീസിന്റെ ആവശ്യത്തിന് മാത്രമാണ് ഒരു പ്രശ്നം. അതെ അല്ലേ? ഇപ്പം എന്തോ ഒന്ന് പ്രോബ്ലം വന്നെന്ന് പറഞ്ഞു, വഴിക്ക് കിടന്നെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ എന്തുണ്ടായി? ഇതിന്റെ മോട്ടർ മാറ്റി, പിന്നെ MCU മാറ്റി. അതിനെന്തെങ്കിലും എക്സ്ട്രാ ചിലവുകൾ? ചാർജസ് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും 1.5 കൊല്ലം കൊണ്ട് അത്യാവശ്യം ഓടി അല്ലേ? ഓടി പൈസയുടെ കാര്യത്തിൽ ഇത് ലാഭകരമാണ് അല്ലേ? പക്ഷേ ഈ വഴിക്ക് കിടക്കുന്ന ബുദ്ധിമുട്ടും സർവീസിൻ്റെ ഇഷ്യൂസും മാത്രമാണ് ഒരു പ്രോബ്ലമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു വേറൊരു ചാൻസ്, ഒരു അപ്ഗ്രേഡ് ചെയ്യാൻ കാര്യങ്ങൾക്കുള്ളൊരു ചാൻസ് ഉണ്ട് വെച്ചാൽ ഈ ഇലക്ട്രിക് ബൈക്ക് വിറ്റാൽ പോവുമോ? വിറ്റാൽ ഇതിന് ഇതില്ല, ഇതാരും വാങ്ങാൻ പറ്റില്ല. അത് വാങ്ങാൻ ഇത് വാങ്ങണവരുണ്ട്, പക്ഷെ എല്ലാവരും വാങ്ങാൻ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ നമ്മൾ ഓടിച്ച് തന്നെ മുതലാക്കണം. വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ ഓടിച്ച് മുതലാക്കണം. ഇഷ്ടപ്പെട്ട മോഡൽ തിരഞ്ഞെടുത്തിട്ട് ഓടിച്ച് മുതലാക്കുക അല്ലേ? അപ്പോൾ താങ്കളുടെ റിവ്യൂ ഷെയർ ചെയ്തതിന് താങ്ക് യു.